അങ്ങയുടെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 25-ാം അധ്യായം 10-ാം തിരുവാക്യം. യേശു അരുളി ചെയ്തു, ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിന് അകത്തു പ്രവേശിച്ചു, വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങ് തിരുവചനത്തിലൂടെ എന്നോടിന്ന് പ്രത്യേകം അരുളി ചെയ്യുന്നുവല്ലോ, എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന്. ദൈവമേ, 25-ാം അധ്യായം 13-ാം തിരുവാക്യത്തിലൂടെ അങ്ങ് ഓർമ്മപ്പെടുത്തുന്നുവല്ലോ, ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ ആ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല എന്ന്. ദൈവമേ, സ്വർഗത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എന്റെ ഈ ലോകത്തിലെ ഓരോ നിമിഷത്തിലും ദൈവമേ, എപ്പോഴും അങ്ങയുടെ പക്കലേക്ക് എത്തിച്ചേരുവാൻ, നിത്യതയിലേക്ക് ഞാൻ എത്തിച്ചേരുവാൻ, ദൈവമേ, വിദ്യാളനായ ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ, എപ്പോഴും ഒരുക്കത്തോടെ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തിരുവചനത്തിലൂടെ അങ്ങ് അരുളി ചെയ്തുവല്ലോ, ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിനകത്ത് പ്രവേശിച്ചുവെന്ന്. ദൈവമേ, അങ്ങയോടൊപ്പമായിരിക്കുവാൻ, ഈ ലോകത്തിലും നിത്യജീവിതത്തിലും അങ്ങയോടൊപ്പമായിരിക്കുവാൻ എന്നെ ചേർത്ത് പിടിക്കണമേ എന്ന്, വഴി നടത്തണമേ എന്ന് പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട് എന്റെ മനസ്സും ഹൃദയവും ആത്മാവും വിശുദ്ധീകരിക്കപ്പെട്ട് അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ, പ്രതീക്ഷയോടെ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൗസേപ്പിന്റെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി